ഹലോ, ഞാനിന്നിവിടെ ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ ബെൽ ബട്ടണും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ഞാനിവിടെ 1 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അതിന് നല്ല രീതിക്ക് കഴുകിയെടുത്ത് വെള്ളം വാർന്നു വരാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ളം വാർന്നു വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ ആവശ്യമായ സ്പൈസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 4 കഷ്ണം പട്ട, 5 ഏലയ്ക്ക, 5 കുരുമുളക്, 5 ഗ്രാമ്പു, തക്കോലത്തിൻ്റെ ചെറിയൊരു കഷ്ണം, പിന്നെ 2 പച്ചമുളക്, ഒരു കുഞ്ഞു ബേ ലീഫ്, നാരങ്ങയുടെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. 2 സവാള എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വന്നതിന് ശേഷം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഉള്ളി പൊരിച്ചെടുക്കാം. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സവാളയൊക്കെ ഇവിടെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അതിനുശേഷം ആ എണ്ണയിലോട്ട് തന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലോട്ട് മുന്തിരി ഇട്ട് കൊടുക്കാം. അങ്ങനെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നല്ല രീതിക്ക് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനെ മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് തന്നെ സ്പൈസസ് എല്ലാം ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം അരി ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം അരി ഒന്ന് വറുത്തെടുക്കേണ്ടതുണ്ട്. അങ്ങനെ 1 മിനിറ്റ് വറുത്തതിന് ശേഷം അതിലോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിലോട്ട് നാരങ്ങാനീര് പിഴിഞ്ഞു കൊടുക്കാം. അങ്ങനെ നാരങ്ങാനീരും പിഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഇനി ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഗ്രീൻ പീസും ഇട്ട് അടുത്തത് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് അധികം ഇട്ട് കൊടുക്കണം. ചോറിന് ആവശ്യമായ ഉപ്പും കൂടെ വേണം. അങ്ങനെ ഉപ്പും ഇട്ട് കൊടുത്ത് വെള്ളം തിളച്ച് വന്നപ്പോഴത്തേനും നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. പാതി വേവായിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി നോക്കാം. അതിനടിയിൽ വെള്ളമുണ്ട്. ഇനി അതിനെ എല്ലാം ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ഒന്നും കൂടെ അടച്ചു വയ്ക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ തുറന്ന് നോക്കാം. ഇപ്പം നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. അരിയൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ. ഇനി നമുക്ക് പൊരിച്ച് വെച്ച സവാളയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ സവാളയും മുന്തിരിയും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ നെയ്യ് തൂവി കൊടുക്കാം. അങ്ങനെ ഞാൻ 1/2 kg നെയ്യാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതിനൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നെയ്യൊക്കെ ഒഴിച്ചതിന് ശേഷം 1 മിനിറ്റ് അടച്ചു വയ്ക്കാം. അപ്പോഴേക്കും നമുക്ക് സാലഡ് റെഡിയാക്കി എടുക്കാം. സവാളയും പച്ചമുളകും തൈരും ഉപ്പൊക്കെ ഇട്ട് സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ചോറൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ചോറ് നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നല്ല അടിപൊളി നെയ്ച്ചോറും ചിക്കൻ ഗ്രേവിയും ചിക്കൻ വറുത്തതും സാലഡും എല്ലാം കൂട്ടി ഉഷാറായി കഴിച്ചു. നല്ല അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.